ഇതിനിടയ്ക്ക് ഒരു ഉറക്കത്തിൽ വരും വിശ്വാസികളാണ് ചേർന്നരാമേ. അപ്പൊ ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനും തമ്മിൽ ഒന്നിച്ച് നടക്കുക. ദൈവം ഇവനോട് എന്തൊക്കെയോ സംസാരിച്ചത് ഈ മനുഷ്യനായിട്ട് എന്തായിരിക്കും സംസാരിച്ചത്? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഏതൻ തോട്ടത്തിൽ ആദമിനോട് പറഞ്ഞത് എന്താ എഴുതി വെക്കാൻ? കർത്താവിനോട് പറഞ്ഞത് ഏതാ? അത് നീ അറിയേണ്ട കാര്യമില്ല. പാപം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദമിനോട് പറഞ്ഞത് പാപം ചെയ്തതിന് ശേഷം നീ അറിയണ്ട. ഇനി നിനക്കറിയണമെന്ന് വലിയ നിർബന്ധമാണ് 1000 ആണ്ട് വായിച്ചവരെ കാത്തിരിക്കണം. മനസ്സിലല്ലേ? 1000 ആണ്ട് വായിച്ച കർത്താവ് എന്താണോ നമ്മോട് പറയുന്നത് അത് തന്നെ ഏതൻ തോട്ടത്തിൽ ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ ഇവനും ദൈവവുമായി ഒന്നിച്ച് നടന്നു. ഇനി ശ്രദ്ധിച്ചു, ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ പാപം ചെയ്തു. ദൈവം ഇവരിൽ നിന്ന് അകന്നു. ദൈവം പറയുന്നത്, ആദമേ, പഴയതുപോലെ നിന്നോടൊപ്പം നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ നീ പാപിയും ഞാൻ വിശുദ്ധനുമാണ്. വിശുദ്ധനായ ഞാൻ പാപിയായ നിന്റെ മുൻപിൽ നിന്ന നിന്റെ മുൻപിൽ ആഴത്വത്തിൽ ഇന്നലെ പോലെ വെളിപ്പെട്ട നീ ചത്തുവോ? കാരണം യാക്കോബ് പറയുന്നു, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടും മരിച്ചില്ലല്ലോ. ഇതാ കുഴപ്പം. ദൈവത്തെ ഇവൻ കണ്ടാൽ ഇവൻ മരിക്കും. അതിന്റെ കാര്യം പറയാം. ഒരു പർവ്വതത്തിൽ ദൈവം ഒരിക്കൽ കൂടി പാദം ചവിട്ടി. അന്ന് ദൈവം പാദം ചവിട്ടിയപ്പോൾ എബ്രായ ലേഖനം 12:18 വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്ഥൂലമായതും തീവ്രമായ പർവ്വതത്തിനും മേഘതമസേ കൂരിരുട്ട് കാഹളനാദം വാക്കുകളുടെ ശബ്ദം കൊടുമുഴക്കം എന്നിവയുടെ അടുക്കലും അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നിട്ട് പറയാം, ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന സഹിച്ചു കൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു ഇറക്കുന്നുവെന്ന് മോശ പോലും പറയത്തക്കവണ്ണം ആ കാഴ്ച വായിക്കരുത്. ഏതെങ്കിലും ഇവരുമായി ഒന്നിച്ച് നടന്ന ദൈവം അന്ന് ഭൂകമ്പമില്ലാതെ കൊടുമുഴക്കമില്ലാതെ കാരണമില്ലാതെ ഒന്നുമില്ലാതെ ശാന്തമായിട്ട് ഒന്നിച്ച് നടക്കുക. ആ ദൈവം ഒരിക്കൽ കൂടി ഭൂമിയെ ചവിട്ടിയപ്പോൾ പർവ്വതം കത്തി, തീ കത്തി, മേഘതമസ്, കൂരിരുട്ട്, കാരണനാദം, കൊടുമുഴക്കം, വാക്കുകളുടെ ശബ്ദം, ഇതെല്ലാം കൂടെ ആ പർവ്വതത്തിൽ സംഭവിച്ചു. ഇതാ ദൈവസാന്നിധ്യം വെളിപ്പെടാനുള്ള കുഴപ്പം. ഈ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം അവനിൽ നിന്ന് അകന്നു നിന്നു. ദൈവം പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് എന്നെ നിന്റെ മുൻപിൽ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. ഇവിടെ കർത്താവ് ചെയ്ത ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനകാരൻ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അവന് ചെയ്തു. ആഴത്വത്തിൽ ഇവന്റെ മുൻപിൽ ഇറങ്ങി നിൽക്കുവാൻ കഴിയാതിരുന്ന ദൈവം അവൻ തന്നെ ഇവന്റെ മുൻപിൽ വെളിപ്പെടുത്തുക ഭാഗമായി വിവിധമായി അവൻ തീരുമാനിച്ചു. പ്രിയരെ, ഈ പ്രോഗ്രസീവ് റെവലേഷന് പ്രോഗ്രസീവ് റെവലേഷന്റെ മുഖ്യ പങ്കും വഹിച്ചത് ദൈവിക നാമങ്ങളാണ്. ഒത്തിരി പേരുകൾ ബൈബിളിൽ ദൈവത്തിന് വായിക്കുന്നത് കൊണ്ട് ഒത്തിരി ദൈവങ്ങളുണ്ട് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഓരോ പേരുകളുടെയും ദൈവം തന്നെ ഇവന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി 1 വെളിപ്പെട്ടു നിന്ന ദൈവം അത് കഴിഞ്ഞ് ഉൽപ്പത്തി 17 എത്തിയപ്പോ ഈ മനുഷ്യനോട് പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. സർവശക്തിയുള്ള ദൈവമായി വെളിപ്പെട്ടത് 2 അധ്യായം കഴിഞ്ഞപ്പോ പറയുക, ഞാൻ സർവശക്തിയുള്ള ദൈവം മാത്രമല്ല, സഹായം ലഭിക്കാതെ ഇരിക്കുന്നിടത്ത് ഞാൻ നിനക്ക് കരുതലാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ ജഹോവ ജായിരയാകുന്നു. ജഹോവ ജായിരയായി വെളിപ്പെട്ട ദൈവം അവൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ ജഹോവ ജായിര മാത്രമല്ല, നിന്റെ പരാജയത്തിന്റെ സ്ഥാനത്ത് ഞാൻ നിനക്ക് ജയത്തിന്റെ കൊടിയാണെന്ന് പറഞ്ഞ് ദൈവം തന്നെ കുറിച്ച് അടുത്ത വെളിപ്പാട് പറഞ്ഞു, ഞാൻ ജഹോവ നിശിയാണ്. ജഹോവ നിശിയായി വെളിപ്പെട്ട ദൈവം അവൻ അടുത്ത ചില അധ്യായങ്ങൾ കഴിയുമ്പോ പറയും, ഞാൻ നിന്റെ കൊടി മാത്രമല്ല. ദൈവം പറഞ്ഞു, നീ രോഗിയാകുമ്പോൾ ഞാൻ നിനക്ക് സൗഖ്യദായകൻ. ഞാൻ ജഹോവ റാഫയാണ്. ജഹോവ റാഫയായ ദൈവം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ ജഹോവ റാഫ മാത്രമല്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമായ ജലത്തിന്റെ അരികിൽ കൂരിരുന്ന താഴ്വരയിൽ ഒരു ഭയവും കൂടാതെ നടക്കത്തക്കതെങ്കിൽ ഞാൻ നിനക്ക് ഇടയനായെന്ന് പറഞ്ഞ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ ജഹോവ റാഫയാകുന്നു. എന്താ പ്രിയരെ, ഇത് ഭാഗമായി വിവിധമായി
ജഹോവ റോഫിയായി വെളിപ്പെട്ട ദൈവം കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ജഹോവ ഷാലോമാകുന്നു, ഞാൻ നിന്റെ സമാധാനമായി വെളിപ്പെട്ട ദൈവം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ജഹോവ ശമയെ നിന്നോട് കൂടെയുണ്ട്. ജഹോവ ശമയായി വെളിപ്പെട്ട ദൈവം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആമേൻ, ഞാൻ ജഹോവ മെക്കഡേശവ നിന്നെ ശുദ്ധീകരിക്കുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ജഹോവ സിദ്ധകടുവ, ഞാൻ നിന്റെ നീതിയാണ്. ആമേൻ. ഇങ്ങനെ ദൈവം വെളിപ്പെട്ടു 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 വന്നു. മലാക്കി പ്രവചിച്ച ആമേൻ പറഞ്ഞു, പഴയ നിയമത്തിന് തിരശൂല. ഇവിടെ ദൈവം കുഞ്ഞ് ഭാഗമായി ഞാൻ എന്നെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ എന്റെ വെളിപ്പാട് നിന്റെ മുമ്പിൽ പൂർണ്ണമാകില്ല. പഴയ നിയമം അവസാനിച്ചു. ദൈവം ഇവിടെ പറഞ്ഞൊരു കാര്യം ഇബ്രാഹിം ലേഖനകാരൻ പറയുന്നു, മോനെ നീ ജഡരക്തമല്ലേ, നീ ജഡരക്തമുള്ളവനായതുകൊണ്ട് എന്നെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ ഒരു കാര്യം ചെയ്യുക. ഞാനും നിന്നെ പോലെ ജഡവും രക്തവും ഉള്ളവനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി ഇറങ്ങി വന്നതത്രേ യേശു ക്രിസ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞ ക്രിസ്തു ആരാ? ഒറ്റ വാക്കിൽ പറഞ്ഞ ക്രിസ്തു പഴയ നിയമത്തിൽ ഉടനീളം വെളിപ്പെട്ടു നിന്ന യാഹ്വേ എന്ന ദൈവം ഈ മനുഷ്യന്റെ മുൻപിൽ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്താൻ ജഡം ധരിച്ച് ഇറങ്ങി വന്നതാണ് ക്രിസ്തു. അയ്യോ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നമ്മെ കൊരങ്ങിതത്തെ കാക്കാലത്തെ പോലെ ഇരിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഓ ജീസസ്, വട്ടം വെച്ചവിടുന്ന് നഷ്ടം വന്നത് പോലെ ഇരിക്കുന്നത്. ക്രിസ്തു ആരാ? ആരാ ക്രിസ്തു? ഏതപ്പ പോകുന്നത്? ആരാ ക്രിസ്തു? അതല്ല പറഞ്ഞത്. യാഹ്വേ എന്ന ദൈവം ജഡത്തിൽ ഇറങ്ങി വന്നതാണ് ക്രിസ്തു. പിടികിട്ടില്ലല്ലേ? അതുകൊണ്ടാ പറഞ്ഞത്, ഞാനും പിതാവും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. ആമേൻ. എന്നിട്ട് കൊലോസ്യർ 2:9 അവിടെ നമ്മൾ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിന്റെ അർത്ഥം പഴയ നിയമത്തിൽ ഉടനീളം വെളിപ്പെട്ടു നിന്ന ഈ യാഹ്വേ എന്ന ദൈവത്തെ ജഡരൂപത്തിലാക്കിയാൽ അത് ആരെ പോലെ ഇരിക്കും? കിട്ടുന്നുണ്ടോ? ക്രിസ്തു ആരെ? ഒറ്റവാക്കി പറഞ്ഞേ, യാഹ്വേയായ ദൈവം ജഡത്തിൽ ഇറങ്ങി വന്നതാണ് ക്രിസ്തു. ഇനി തിയോളജിക്കലി അതിന് മറുപടി പറയണമെങ്കിൽ 6:30 കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ മതി. 8:45 വരെയുള്ള സമയം എനിക്കുള്ളത്. അതിനിടയ്ക്ക് തിയോളജിയും കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പുറകാതെ ചോദിച്ചാൽ അതിന്റെ ഹീബ്രു വീടും ഗ്രീക്ക് വീടും ഒക്കെ പറഞ്ഞ് കൃത്യമായി ഗ്രാമാറ്റിക്കലി അത് കഴിയിക്കാം. അവസാനം അതിന്റെ സമയത്ത് ഇപ്പൊ പ്രസംഗ ഭാഷയിൽ ഇത്ര അറിഞ്ഞാൽ ആരാ ക്രിസ്തു? ഒന്നുകൂടെ പറഞ്ഞു. യാഹ്വേയായ ദൈവം ജഡമായി ഇറങ്ങി വന്നതാണ് ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ക്രിസ്തു. ഇവിടെ ഒരുവൻ ക്രിസ്തുവിൽ ഈ ദൈവിക ആളത്വമായ ക്രിസ്തുവിൽ ഒരുത്തന് അല്ല പച്ച മനുഷ്യന് എങ്ങനെ പ്രവേശിക്കാം? ഗൗരവപൂർവമായ വാക്കുകൾ എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെ പ്രവേശിക്കാം? ചോദ്യം ഇച്ചിരി കട്ടിയാണ്, ഉത്തരം ലളിതമാണ്. ഒന്ന്, രക്ഷിക്കപ്പെടണം. എല്ലാവരും പറഞ്ഞു. 2, വീണ്ടും ജനിക്കണം. പറഞ്ഞേ, ഇതാണ് വലിയ കാര്യം. ബാക്കി പറയാം. പെന്തക്കോസ്തിന്റെ അകത്ത് 50% ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾ തെറ്റ് എന്നെ കല്ലെറിയുകയും ചെയ്തത് സത്യം. ഹലോ, ഒത്തിരി ആത്മീയ അനുഭവങ്ങൾ വെളിപ്പെടുന്ന ദൈവസഭയായിരുന്നു എനിക്കറിയാം. ഞാൻ ആത്മാവിലൊരു കാര്യം ഈ ആത്മീയ അനുഭവം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട്, മോനെ ഇന്ന് നീ അന്യഭാഷ പറഞ്ഞെന്ന് ചോദിച്ചിട്ടില്ലേ? എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പനോ അമ്മയോ വീട്ടിൽ ചെന്നിട്ട്, മോനെ ഇന്ന് നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്നത് ഒന്ന് സ്വന്തം പ്ലീസ്.
സന്തോഷം. ഇവിടുത്തെ മാത്രം മൗനതയല്ല, എല്ലായിടത്തും തന്നെ. എന്താ കാര്യം ഞാൻ പറയാം. മീൻ മുട്ട വിരിഞ്ഞാൽ അത് വെള്ളത്തിന്റെ അകത്ത് നീന്തുന്നത് സാധാരണ. പക്ഷി മുട്ട വിരിഞ്ഞാൽ അതിന് തുവലുകൾ വന്നാൽ പറക്കുന്നത് സാധാരണ. സൂര്യൻ കിഴക്കുദിക്കുന്നത് സാധാരണ, സൂര്യൻ അസ്തമിക്കുന്നത് സാധാരണ. ഇതുപോലെ നമ്മൾ കരുതുന്നു നമ്മുടെ പിള്ളേര് സൺഡേ സ്കൂളിൽ വന്ന് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് അവർ രക്ഷിക്കപ്പെടുന്നത് സാധാരണ. ആര് പറഞ്ഞത്? സൺഡേ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. ഹലോ, സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട്, കീബോർഡ് വായിക്കുന്നത് കൊണ്ടും കൊയൽ പാടുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. ഇതൊക്കെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ആണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഓർക്കുക, ഒരു നാഷണൽ സാൽവേഷനോ ഒരു ട്രഡീഷണൽ സാൽവേഷനോ ദൈവം ഒരുക്കിയിട്ടില്ല. ദൈവം ഒരുക്കിയ സാൽവേഷൻ പേഴ്സണൽ ആണ്. പെന്തക്കോസ്തുകാരുടെ മക്കളൊക്കെ രക്ഷിക്കപ്പെടുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി വെച്ചേക്കാം. 10 വയസ്സ് 10ാം ക്ലാസ് കഴിയുമ്പോൾ സ്നാനപ്പെടണം. എപ്പോഴാ? കുഞ്ഞ് 10th കയറുമ്പോഴേ നമ്മൾ പറയും, മോൻ 10th ഈ വർഷം സ്നാനപ്പെടുത്തണം. 10th മുൻപ് സ്നാനപ്പെടുത്തുന്നില്ല, 10th കഴിഞ്ഞാൽ ഇവ കൈവിട്ടു പോകുന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ കൊച്ചിനോട് പറയും, അച്ഛൻ 10th സ്നാനപ്പെടണം കേട്ടോ. അപ്പൊ ഇവനെ ഇങ്ങനെ മുക്കുക. പക്ഷെ നിന്നെ മുക്കാൻ വന്നാൽ നിന്ന് കൊടുക്കരുത്, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. അവനെ വഹിക്കുന്നത് എന്താ? പണ്ട് പാട്ടുകാരൻ പാടിയ പാട്ടുണ്ട്, നഗ്നനായി ഞാൻ ഈ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകും, ലോകത്തിൽ എനിക്കില്ലായാവുന്ന എന്റെ കൂടെ അങ്ങ് ശരിയാ. ഇവിടെ ഏതെല്ലാം ബാങ്കുകൾ ഉണ്ടായാലും എവിടെല്ലാം മേടിച്ചു കൂട്ടിയാലും നഗ്നനായിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. പിന്നെ ഞാൻ 1800-ന്റെ 2000-ന്റെ 3000-ന്റെ 4000-ന്റെ ഷർട്ടം ഇട്ടോണ്ട് നടക്കുന്ന അച്ചായൻ ചത്തു വെട്ടിക്കകത്ത് കിടക്കുമ്പോ ഈ ലൂയിസ് ഫിലിപ്പിന്റെ അലൻസോണിയുടെ പിന്നെ അങ്ങനെയുള്ള ഷർട്ടൊന്നും ഇട്ട് കൊടുക്കത്തില്ലത്. എന്താ ഉണ്ടായിരിക്കുന്നത്? സത്യം നഗ്നനായി ഞാൻ ഈ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകും. ലോകത്തിൽ എനിക്ക് ഇല്ലാതാകുന്ന എന്റെ കൂടെ. പക്ഷേ ഒന്നും കൊണ്ടുപോകാതിരിക്കുമ്പോഴും കൊണ്ടുപോകാൻ നമുക്കൊരു സമ്പത്തില്ലേ? ദൈവം തന്ന ഉദരവരം. ഇതുങ്ങളെ അങ്ങ് കൊണ്ടുപോകണമെങ്കിൽ ഇതുങ്ങളുടെ അകത്ത് രക്ഷപ്പെടുത്തണമെന്ന്. കുഞ്ഞുങ്ങളിൽ നല്ലൊരു ശതമാനം രക്ഷിക്കപ്പെട്ടവരല്ല. അവര് നല്ല കുഞ്ഞുങ്ങളാണ്, പക്ഷേ അവരുടെ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ പള്ളി കമ്മിറ്റിക്കാർക്ക് അടിയുണ്ടാക്കി എങ്ങും പോകാൻ നിന്നപ്പോ നമ്മുടെ ആളുകളെ നമ്മുടെ ഒന്ന് വലിച്ചു പിടിച്ചു പോലെ, അച്ഛൻ എത്ര കമ്മിറ്റി വേണം, ഞങ്ങളുടെ സഭയിലോട്ട് വരാൻ പറഞ്ഞു വന്ന പള്ളി വിളിച്ചു. ഹലോ, പിന്നെ പെന്തക്കോസ്തുകാരൻ പയ്യൻ സീസൺകാരി പെണ്ണിനെ കണ്ടു, ബ്രോക്കർ കൊണ്ട് കാണിച്ചു. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. പാസ്റ്റോട് പറഞ്ഞപ്പോൾ പാസ്റ്റോട് സ്നാനപ്പെടുത്താതെ കല്യാണം നടത്തത്തില്ല, ആ സഭയുടെ ഉറപ്പാണ്. ചെറുക്കൻ വീട്ടിൽ ചെന്ന് പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടം, പക്ഷേ പാസ്റ്റോട് തന്നെ സ്നാനപ്പെട്ടാതെ കല്യാണം നടത്തണം, സ്നാനപ്പെടാതെ കേൾക്കാമോ? അപ്പൊ പെണ്ണ് പറയുക, എന്റെ അച്ഛനെ കിട്ടുമെങ്കിൽ സ്നാനപ്പെടാൻ ഞാൻ അയാളാണ്. അങ്ങനെ സ്നാനപ്പെട്ട സഭക്കകത്ത് വരികയില്ലയോ? 3 മാസം കഴിയുമ്പോ അവരും പറയും ഏതാ അല്ലേ? ഇങ്ങനെയുള്ള സഭക്കകത്ത് ഇങ്ങനെ മൊത്തത്തിലൊന്ന് കാര്യത്തിലെത്തിയത് സഭക്കകത്ത് രക്ഷിക്കപ്പെട്ടവർ 50% താഴെ. അതുപോലെ വീണ്ടും ജനം, പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനം ഒരു വലിയ വിഷയം. വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ പടികളാണ്. എന്തോ വീണ്ടും ജനം? എന്റെ ഈ തനത് ശൈലിയിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സമയത്തിന് പരിഗണിക്കാതെ ഞാൻ ഒത്തിരി അത് കച്ചവടം ചെയ്താണ് കയറുന്നത്. അമ്മേ, എന്തോ വീണ്ടും ജനം? ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 3 ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചത്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ഈ വിധത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു. ആത്മാവ് യജമാനനും, ദേഹി കാര്യസ്ഥനും, ദേഹം ദാസനാണ്.
ഹലോ, ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ പാവം ചെയ്തപ്പോ എന്ത് സംഭവിച്ചതറിയാമോ? യജമാനായ ആത്മാവ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഉറക്കത്തിലായി. ഇവിടെ ഇപ്പൊ ഈ മനുഷ്യന് രണ്ട് ഘടകങ്ങളെ ഉള്ളൂ. ഒന്ന് ദേഹം, രണ്ട് ദേഹി. യജമാനായ ആത്മാവിന്റെ മരിച്ചുപോയി. ഇങ്ങനെ ഒരുത്തൻ സഭയ്ക്കകത്ത് കയറിയാൽ ഇരിക്കുന്ന മാസയുടെ ഗതികേട് നല്ലതെന്ന് പറയും. വീട്ടിൽ ജനിക്കാത്ത ഒരുത്തൻ സഭയ്ക്കകത്ത് കയറിയാൽ ഏതൊക്കെ ഉള്ളൂ? ദേഹവും. ഇവൻ സഭയ്ക്കകത്ത് കയറിയാൽ ഇരിക്കുന്ന മാസയുടെ ഗതികേട് പറഞ്ഞത് കാര്യം പറയും. ഈ പുള്ളി ഓരോ ആരാധന കഴിയുമ്പോഴും പറയുന്നത് എന്നെ കുത്തിയിരുന്നു. എന്നെ എന്റെ പ്രിയരെ, നിങ്ങളെ കുത്തിയിട്ട് ഞങ്ങൾക്ക് എന്തുകൊടുക്കാൻ? നിങ്ങളില്ലാതെ ഞങ്ങളുള്ളൂ. സത്യത്തിൽ ഇത് കുത്തലല്ല, ചെത്തല. ഹലോ, അല്ലേ? ശബ്ദത്തിലാണ് കുത്തുന്നത്. കുത്തിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നീ വീട് ജനിച്ചിട്ടില്ല. എന്താ അതിന്റെ കാര്യം? വചനം പറയുന്നു, പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയത്തില്ല. ഹലോ, 26,000 രൂപയുടെ ബ്ലാക്ക്ബെറി മൊബൈൽ, ബ്ലാക്ക്ബെറി ഒന്നല്ല, 26,000 ബ്ലാക്ക്ബെറി മൊബൈൽ, ഫുൾ ബാറ്ററി, പുത്തൻ ഫോൺ, ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിമ്മില്ല. ഇതുകൊണ്ട് എന്തുകൊള്ളാം? എന്റെ നാടൻ ഭാഷ പറഞ്ഞ സഹോദരന്മാരെ നായ എഴുതിയാണ്, വേറെ എന്തിനും കൊള്ളത്തില്ല സാർ. ശരിയല്ലേ? ഇതുപോലെയാണ് വീണ്ടും ജനിക്കാത്ത ഒരുത്തൻ സഭകടത്തിൽ കഴിയും. ഹലോ, അതിന്റെ കാര്യമാണ് ആത്മാവായ ദൈവം ആത്മാക്കളോട് ഇടപെടുന്നത് ആത്മാവിലൂടെ. ദൈവം വൈകാരികതയുടെ അകത്തല്ല പ്രസാദിക്കുന്നത്. മനസ്സിലായില്ലേ? വൈകാരികത എന്ന് പറയുന്നത് പറയും ഇവിടെ ഉപയോഗിക്കുന്ന കീബോർഡ് അത് വായിക്കും. എന്തിനാണ് കാര്യമാണ് അവന് പറഞ്ഞു തരുമ്പോഴത്തെ നെറ്റർക്കലാണ്. അപ്പോ ഈ യമഹയുടെ ഒരു 730 മുതൽ അങ്ങോട്ടുള്ള സീരീസിൽ ഒരു പ്രത്യേകത, ഇതിന് രണ്ടും കീബോർഡ് കൊണ്ടിരുന്നതാണോ അറിയത്തില്ല. ഒരു കീ പിച്ച് വരും, വേറൊന്നും മോഡുലേഷൻ. ഈ മോഡുലേഷൻ ഒരു പ്രത്യേകത. ഈ മോഡുലേഷൻ കീ തട്ടി അങ്ങോട്ട് മുന്നോട്ട് ഇട്ടാൽ ഏത് ടോൺ വായിച്ചാലും നമുക്ക് കേൾക്കത്തുള്ളൂ. അല്ലെ? കീബോർഡ് കൈകാര്യം ചെയ്യുന്നവരുണ്ടോ? ഉണ്ടോ? അല്ല, അറിയില്ല. ഏത് ടോൺ വായിച്ചാലും ഇച്ചിരി വൈബ്രേറ്റ് ചെയ്തേ കേൾക്കത്തുള്ളൂ. ഇതേപോലെ മോഡുലേഷൻ തൊണ്ടക്കിട്ടോണ്ട് അതിന്റെ ഉള്ളിൽ ആരാധന കേട്ടിട്ടില്ലേ? ഇത് കേൾക്കുമ്പോ എന്തോ ഒരു ആത്മീകനാണ്. ചുമ്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇടിക്കനാണ്. മറ്റേ സംഭവം ഏതാ? മോഡുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇതിന്റെ പേര് വൈകാരികം. നമ്മുടെ ഈ ശബ്ദത്തിനകത്ത് മൊത്തം വൈകാരികത ബുദ്ധി നിറച്ചേക്കാം. നമ്മുടെ ചിന്ത കർത്തം ഇപ്പൊ ഇറങ്ങിയിരുന്നു. ആര് പറഞ്ഞു? ദൈവം വൈകാരികതയിലല്ല പ്രസാദിക്കുന്നത്. ദൈവം ഇടപെടുന്ന ദേഹത്തോടല്ല, ദൈവം ഇടപെടുന്നത് ദേഹിയോടല്ല. ദൈവം ഒരുവനോട് ഇടപെടണമെങ്കിൽ ആത്മാവായ ദൈവം ആത്മാവിലൂടെ ഇടപെടത്തുള്ളൂ. അപ്പൊ വീണ്ടും ജനിക്കാത്തവന്റെ അകത്ത് ആത്മാവില്ല, അത് മരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ പറയുക? വീണ്ടും ജനം മൃതാവസ്ഥയിലിരിക്കുന്ന ഈ ആത്മാവിൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ചേർന്ന് ശക്തിയായി കൂട്ടിയിടിക്കുമ്പോൾ അകത്ത് മൃതാവസ്ഥയിലായി പോയ ആത്മാവ് ജീവനിലേക്ക് വരുന്നതിന് പറയുന്ന പേരാണ് വീണ്ടും. ഇത് കൂടാതെ ദൈവത്തിനോട് സംസാരിക്കുന്നില്ല, സംസാരിച്ചാൽ നിനക്കൊട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നീ പറഞ്ഞ ബുദ്ധിയതോ. വീണ്ടും ജനനം എന്താ? അമ്മേ, നമുക്കറിയാം ജനനത്തെ ജനനമാക്കുന്നത് ഒരു ആകൃതി ഉണ്ടാകുന്നത് കൊണ്ടല്ല. ജനനത്തെ ജനനമാക്കുന്നത് ജനനത്തിന്റെ അകത്തൊരു ജീവൻ ഉണ്ടാകുന്നത് കൊണ്ടാണ്. എന്നതുപോലെ വീണ്ടും ജനനത്തെ വീണ്ടും ജനനമാക്കുന്നത്
ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. Thank you, Jesus. രക്ഷിക്കപ്പെട്ടവർ കുറവ്, വീണ്ടും ജനിച്ചവർ അതിനേക്കാൾ കുറവ്. ഇത് രണ്ടും കൂടാതെ ക്രിസ്തുവിനാകാൻ കഴിയത്തില്ല. അപ്പൊ ഇവിടെ ഒരുവൻ ക്രിസ്തുവിൽ ആയ, അപ്പൊ ക്രിസ്തു ആരാണെന്ന് പിടികിട്ടി, ക്രിസ്തുവിൽ എങ്ങനെയാകാം എന്ന് പിടികിട്ടി. ഇവിടെ പറയാം ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി. പുതിയത് മാത്രമല്ല, പഴയത് കഴിഞ്ഞു. എന്നിട്ട് ഇതാ സർവ്വതും എന്ന് പറഞ്ഞ ടോട്ടൽ സർവ്വതും പുതിയതായി. ഹല്ലേലൂയ, ഹല്ലേലൂയ.